എടുത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെയ്യുന്നതിന് അങ്ങനെ പ്രദേശവാസികൾക്ക് ഇവിടെ ചേർന്ന് രക്തത്തിൽ ഉദിച്ചത് കുളിയനാണ്. ഭേദവാദാംശിക്ക് കുര്യാൻ എന്ന് പറയുന്നതല്ലേ. യഥാർത്ഥത്തിൽ പ്രദേശവാസികൾക്ക് അങ്ങനെയൊക്കെ ഒരു സംവിധാനം ചെയ്യാനുള്ള അവസ്ഥ ഈ വിഷയമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പാർശ്വമായിട്ടുള്ള വിശേഷ ആചരണങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമുള്ള ദേവതയാണ് ഞാൻ. അത് യഥാർത്ഥത്തിൽ എങ്ങനെയാ പറയേണ്ടത്? അങ്ങനെ ഒരു തർപ്പണത്തിനൊക്കെയുള്ള സാധ്യത വെച്ച് ബലിയർപ്പണവും കാര്യങ്ങളൊക്കെ ഈ പ്രദേശത്തൊക്കെ ഉണ്ടാവും. ശിവക്ഷേത്രത്തിലല്ലേ സാക്ഷാൽ വിഷ്ണുവിന് അധികാരപ്പെട്ട ഇയാൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇയാൾ ഒരു സംശയമില്ല മോക്ഷത്തിന് കാത്തിരുന്നതിനുമായി അത് ഈ ഗ്രാമത്തിനൊരു വിശേഷമായിട്ടാണ്. ജലാശയം ഉണ്ടായിട്ടുണ്ട്, ജലാശയം ഉണ്ടെന്നുള്ള സംശയമൊന്നുമില്ല. കൃഷിന്റെ ആശയമല്ലേ. കീടേ സ്വയംഭൂ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്നിരുന്നു. അതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ജനകവിരുദ്ധാന്നും ഇതെന്ന താമ്പലത്തിലും കർമ്മോദിയായിരിക്കുന്ന ബുധൻ സൂര്യനോട് ചേർന്നിട്ടല്ലേ. അംശം ശിവക്ഷേത്രത്തിലും ലക്തത്തിൽ ബുധൻ അഷ്ടമത്തിലേക്ക് അഷ്ടമാതിയുടെ ദൃഷ്ടി 9-ാം ഭാവത്തിൽ വ്യാഴത്തിന്റെ അംശം യഥേ പശ്യേതംഗം എന്നുള്ളത് പൂർണ്ണ നിയമല്ലേ. അത് മോക്ഷത്തിലേക്കല്ലേ. യഥേ പശ്യേതംഗം ലക്താധിപ ലക്തത്തില് അഷ്ടമത്തിലേക്ക് ദൃഷ്ടി വരഭവനം നവഭവനം വരം പ്രാപ്തം 9-ാം ഭാവത്തില് ശുഭയോഗം വന്നാൽ അതെന്തായിരിക്കും? മോക്ഷത്തിലേക്ക് കൊടുക്കാൻ പറ്റിയ ആളായിരിക്കണം. ഇപ്പൊ വിഷ്ണു മോക്ഷം അദ്ദേഹം പല സന്ദർഭങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. മോക്ഷം കൊടുത്തിൽ അതൊക്കെ നമ്മൾ ഒരുപാട് ഭഗവാനെ പറ്റി പഠിച്ചിട്ടില്ലേ. അപ്പൊ അങ്ങനെ മോക്ഷത്തിന് അധികാരിയുള്ള ആളാണ് ഇവിടെ അങ്ങനെ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കും. അപ്പൊ അതിനുവേണ്ട ക്രിയാദികളൊക്കെ ദേശവാസികൾക്കോ പ്രദേശവാസികൾക്കോ ഉള്ള സംവിധാനം ഉണ്ടായാൽ ഭാവിയിൽ എന്താവും? ഈ ക്ഷേത്രത്തിൽ അത് ഏറ്റവും പുറത്താണ് ഭദ്രകാളിയും അയ്യപ്പനും വേണ്ടത്. ശരി, ഭദ്രകാളി ഇയാൾ സ്വതന്ത്രമായിട്ട് ചില പ്രത്യേകതയോട് കൂടിയിട്ട് ഏറ്റവും പ്രൗഢായിട്ട് നിൽക്കേണ്ടതായിരിക്കുന്ന സങ്കല്പമായിട്ടാണെന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്നതെന്നാണ് പറയേണ്ടത്. അതിനുള്ള സംവിധാനം ഭാവിയിൽ ഉണ്ടാവേണ്ടതാണ്. ശരി, അപ്പോഴേ ഇവിടെ ഇതിന് ഉയർച്ച ഉണ്ടാകും. മറ്റു നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇവിടെ ഉയർച്ച അപ്പം അതിനുള്ള പൂർണ്ണ നിയമമുണ്ട്. റെഡിമെയ്ഡ് കൃത്യമായിട്ട് പ്രമാണം എന്താണ് വിചാരിച്ചത്? യഥേ പശ്യേതംഗം തനുഭവനനാഥോ യഥേ പശ്യേതംഗം തനുഭവനനാഥോ അഷ്ടമന്റെ ദൃഷ്ടി നവഭവനം എന്നുള്ളതല്ലേ. വരംക്ഷേത്രം പുണ്യം, വരംക്ഷേത്രം പുണ്യം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് മോക്ഷ കൊടുക്കേണ്ടതായ ആൾക്കാർക്ക് വേണ്ടതായിരിക്കുന്നത് അകത്തല്ല കേട്ടോ. അവരെന്താ